ബംഗാളിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. മന്ത്രി സുജിത് ബോസിന്റെ കൊൽക്കത്തയിലെ വീട്ടിലും സ്ഥാപനങ്ങളിലും അടക്കം 7 ഇടങ്ങളിലാണ് ഇ.ഡി. പരിശോധന. മുനിസിപ്പാലിറ്റി നിയമന അഴിമതി കേസിലാണ് ഇ.ഡിയുടെ നടപടി. പരിശോധന രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. കള്ളന്മാരുടെ വീട്ടിൽ റെയ്ഡ് ഉണ്ടാകുമെന്നായിരുന്നു ബി.ജെ.പിയുടെ പ്രതികരണം. വിവരങ്ങളുമായി വിനീത വി.ജി നമ്മളോടൊപ്പം ചേരുന്നു. വിനീത, എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിന്റെ പൂർണ്ണമായ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെ 6:30 ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകൾ റെയ്ഡ് ആരംഭിച്ചത്. അതിപ്പോഴും പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കൊൽക്കത്തയിൽ മന്ത്രി സുജിത് ബോസിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലുമാണ് ഇ.ഡിയുടെ റെയ്ഡ് ഉള്ളത്. ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് എം.എൽ.എ തപസ് റോയുടെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ 24 നോർത്ത് പർഗാനയടക്കം 7 ഇടങ്ങളിലായാണ് റെയ്ഡ് നടക്കുന്നത്. മുനിസിപ്പാലിറ്റി നിയമന അഴിമതി കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഉണ്ടായ നിയമനങ്ങൾ ഏതാണ്ട് 258 നിയമനങ്ങൾ ഇത്തരത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങളും രേഖകളും ഒക്കെയാണ് ഈ റെയ്ഡിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പരിശോധിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ റെയ്ഡിന് പിന്നാലെ ചില രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളും ആരോപണങ്ങളും ഒക്കെയായി ബി.ജെ.പിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ബി.ജെ.പി രംഗത്തെത്തിയിരിക്കുന്നത്. കള്ളന്മാരുടെ വീട്ടിൽ റെയ്ഡ് ഉണ്ടാകുമെന്നാണ് സുവേന്ദു അധികാരിയുടെ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ജനം ഇത്തരം റെയ്ഡ് അത് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഇ.ഡിയുടെ റെയ്ഡ് അത് രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമാണെന്നാണ് TMCയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. നടപടി ബി.ജെ.പിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും തൃണമൂൽ കോൺഗ്രസ് വിശദീകരിച്ചിട്ടുണ്ട്. ഈ തൃണമൂൽ കോൺഗ്രസിനെ നേരിടാൻ ബി.ജെ.പിക്ക് ശക്തിയില്ലാത്തതിനാൽ ഇത്തരം ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും അവരൊരു ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുകയാണ്. റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഗോപി, വിനീത വി.ജി ആണ് വിവരങ്ങൾ നൽകിയത്.